ATS റെസ്യൂമേ ഉണ്ടെങ്കിൽ ജോലി ഉറപ്പാണ്. ജോലി കിട്ടാൻ ഈ റെസ്യൂമേ മതി. പല പരസ്യവാചകങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റും ഒക്കെ ഇങ്ങനെയാണ്. എല്ലാവരും റോങ്ലി ഒബ്സസ്ഡ് ആണ്. ജോബ് സീക്കേഴ്സ് ഒക്കെ ATS ഫ്രണ്ട്ലി റെസ്യൂമേക്ക് വേണ്ടി പരക്കം വരികയാണ്. ATS ഫ്രണ്ട്ലി റെസ്യൂമേ കിട്ടിയാൽ ജോലി ഷുവർ ആണെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണത്. ഡെഫിനറ്റ്ലി there is a point. അതായത് ATS ഫ്രണ്ട്ലി റെസ്യൂമേ അല്ലെങ്കിൽ ATS ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടില്ല. ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമേ ATS ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമിലെ കണ്ടന്റ് ആ സോഫ്റ്റ്വെയറിന് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മളെല്ലാവരും വായിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക എന്ന് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ അറിയാം, അതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല. കൺവിൻസിങ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്രാമറും വൊക്കാബുലറിയും പ്രൊനൗൺസിയേഷനും ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് ഉപയോഗപ്രദമാവുക. എന്ന് പറയുന്നത് പോലെ ഫോർമാറ്റ് മാത്രമല്ല, അതിലെ കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലിയിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ JD അതിനനുസരിച്ച് ആ റെസ്യൂമിലെ കണ്ടന്റ് ടൈലർ ചെയ്യുമ്പോൾ മാത്രമാണ് ATS റെസ്യൂമേ കൊണ്ട് ഉപയോഗം പ്രധാനമായിട്ടുണ്ടാവുന്നത്. ATS ഫ്രണ്ട്ലി ഫോർമാറ്റ് കൊണ്ട് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യാൻ പറ്റും. എന്ത് റീഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കണ്ടന്റ് കൃത്യമായിട്ട് കൊടുക്കുക. സോ ആ തരത്തിൽ കണ്ടന്റ് കൂടി ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുള്ളൂ. നിങ്ങളുടെ ടെംപ്ലേറ്റ് മാറ്റിയത് കൊണ്ടോ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് ജോലി കിട്ടുകയോ ചെയ്യുകയേ ഇല്ല.